നമസ്കാരം. CPIM നാട് നീളെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ രാവിലെ ഞാൻ TV എടുത്ത് ഓൺ ചെയ്യുമ്പോൾ വലിയ പ്രചരണം, വാഹന പ്രചരണമാണ് മുകേഷ് നടത്തുന്നത് കാണുന്നത്. മേഴ്സിക്കുട്ടിയമ്മയൊക്കെ വഴിയിൽ നിൽക്കുന്ന കാഴ്ച. കൊല്ലത്ത് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. CPIM എല്ലായിടത്തും പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സുനിൽകുമാർ തൃശ്ശൂരിലെ, പത്തനംതിട്ട തോമസ് ഐസക് ഒക്കെ പ്രചരണം ആരംഭിച്ചു. എല്ലായിടങ്ങളിലും CPIMൻ്റെ പ്രചരണം ആദ്യത്തെ ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. കാരണം അവർ പ്രഖ്യാപിച്ചു, അവർ എല്ലാ സംവിധാനങ്ങളും ചെയ്തു. അതിനു മുമ്പ് തന്നെ എല്ലാം ഒരുക്കി പോസ്റ്റർ എടുത്തും കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകൾ ഭൂരിപക്ഷം കൈവശം വെച്ചിരിക്കുന്ന കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇക്കാര്യത്തിലുള്ള അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്നലെ രാത്രിയാണ് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിനെ കുറിച്ചൊരു ധാരണയിലെത്തിയത്. അതും അന്തിമമല്ല. KPCC നിലവിലുള്ള 15 കോൺഗ്രസ് MP മത്സരിക്കണം തീരുമാനിച്ചു. KPCC ആണ് തീരുമാനിച്ചത്. ഓർക്കണം, എതിരില്ലാതെ തന്നെ ഒരു സിറ്റിംഗ് സീറ്റിലും മാറ്റം വരേണ്ട എന്ന് പറഞ്ഞവർ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു. എല്ലായിടത്തും നിലവിലുള്ള എല്ലാ സിറ്റിംഗ് MP മത്സരിക്കണം. അത് വയനാട്ടിലെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ കാര്യമാണ്. ആലപ്പുഴയിൽ ആരാണ് മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുമില്ല. വാസ്തവത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിക്കേണ്ടത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാണ്. കാരണം അവിടെ മാത്രമാണ് കോൺഗ്രസിന് ഒഴിവുള്ളത്. പക്ഷെ പ്രഖ്യാപിച്ചിട്ടില്ല. ബാക്കി 15 സിറ്റിംഗ് MP മത്സരിക്കട്ടെ എന്ന് KPCC തീരുമാനിച്ചു. പക്ഷെ ഇത് അന്തിമ തീരുമാനമല്ല. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, AICC ആണ് അന്തിമാനുമതി നൽകേണ്ടത്. 2, AICCയുടെ ഒരു അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് സിറ്റിംഗ് MP എല്ലാം മത്സരിക്കും എന്ന് നിശ്ചയിക്കാൻ സാധ്യമല്ല. AICC ഇതിൽ മാറ്റം വരുത്താം. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ തീർച്ചയൊന്നുമില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ രാഹുൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. വയനാട്ടിൽ വിജയമുറപ്പാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത്ര അനായാസമായി വിജയിക്കുന്ന ഒരിടത്ത് മത്സരിക്കണമോ, അതോ മറ്റൊരു മണ്ഡലത്തിലേക്ക്, കേരളത്തിൽ തന്നെയാണെങ്കിൽ ആലപ്പുഴ തോറ്റ മണ്ഡലം പിടിച്ചെടുത്തു എന്ന് പേരുണ്ടാവാം, ആലപ്പുഴയിലേക്ക് മാറണോ അതോ കർണാടകയിലോ തെലങ്കാനയിലോ മത്സരിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. രാഹുൽ എന്തായാലും ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമെന്ന് തീർച്ചയാണ്. അത് വയനാട്ടിൽ തന്നെയാണോ, അത് ആലപ്പുഴയിലേക്ക് മാറുമോ, അതോ കർണാടകയിലോ തെലങ്കാനയിലോ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. ആ കാര്യത്തിലെ അനിശ്ചിതത്വം തുടരുകയാണ്. രാഹുൽ ഗാന്ധി മാറാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. രാഹുൽ ഗാന്ധി മാറുകയാണെങ്കിൽ അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന ചോദ്യം ബാക്കിയാവുന്നു. അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന അഭിപ്രായം ഉയരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ മുസ്ലിം സ്ഥാനാർത്ഥികളില്ല. അവിടെ കഴിഞ്ഞ തവണ അവർ കഷ്ടിച്ചാണ് ഷാനിമോൾ ഉസ്മാനെ ആലപ്പുഴയിൽ നിർത്തിയത്. പക്ഷേ തോറ്റുപോയി. 15 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു. ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. ആ വീഴ്ച പരിഹരിക്കണം എന്ന ഒരു ആഗ്രഹം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് അവർക്കൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയേ പറ്റൂ. അതുകൊണ്ട് വയനാട്ടിൽ അങ്ങനെ ഒരു പരിഗണനയുണ്ട്. പക്ഷേ അത് സാധിക്കുന്നില്ല. രാഹുലാണ് മത്സരിക്കുന്നതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ കണ്ണൂരിലായിരിക്കും മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാവാൻ പോവുക. താൻ മത്സരരംഗത്തില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. പക്ഷേ KPCC കൊടുത്ത ലിസ്റ്റിൽ സുധാകരൻ്റെ പേരേ ഉള്ളൂ. സുധാകരൻ മാറാൻ തയ്യാറാണ്. പക്ഷേ സുധാകരൻ നിർദ്ദേശിക്കുന്നത് പകരം KPCC ജനറൽ സെക്രട്ടറി ജയന്തിനെ മത്സരിപ്പിക്കണമെന്നാണ്. പക്ഷേ സുധാകരൻ മാറുകയാണെങ്കിൽ കണ്ണൂരിലായിരിക്കണം മുസ്ലിം സ്ഥാനാർത്ഥി എന്ന ഒരു നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം എത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പരിഗണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ VP അബ്ദുൾ റഷീദാണ്. VP അബ്ദുൾ റഷീദ് നല്ല മിടുക്കനായ നേതാവാണ്. തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ കഴിഞ്ഞ തവണ നിയമസഭയിൽ മത്സരിച്ച ആളാണ്. പ്രഗത്ഭനാണ്, മിടുക്കനാണ്, നല്ല പ്രസംഗകനാണ്, വലിയ തോതിൽ ആളുകളുടെ ഇടയിൽ സ്വാധീനമുള്ള നേതാവാണ്. അതുകൊണ്ട് VP അബ്ദുൾ റഷീദ് ആയിരിക്കും കണ്ണൂരിലെ UDFന്റെ സ്ഥാനാർത്ഥി MV ജയരാജനോട് ഏറ്റുമുട്ടുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സുധാകരൻ ഒഴികെ മറ്റാരും മത്സരിച്ചാലും ഭിന്നതയുണ്ടാവും. സുധാകരൻ്റെ സ്ഥാനാർത്ഥി വന്നാൽ പ്രശ്നമുണ്ടാവും. എന്നാൽ VP അബ്ദുൾ റഷീദ് ആണെങ്കിൽ ലീഗിൻ്റെ വലിയ പിന്തുണയുണ്ടാവും. മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വലിയ പിന്തുണയുണ്ടാവും. അതുകൊണ്ട് VP അബ്ദുൾ റഷീദിന് ജയിക്കാൻ കഴിയും എന്ന ഒരു ചിന്തയുണ്ട്. മാത്രമല്ല അബ്ദുൾ റഷീദ് വളരെ ജനപ്രിയനായ യുവ നേതാവാണ്. അപ്പം അബ്ദുൾ റഷീദിലേക്ക് എത്തുകയാണ്. അങ്ങനെ കണ്ണൂരിലെ പ്രശ്നവും പരിഹരിക്കാം, യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് പറയാം, ഒപ്പം തന്നെ മുസ്ലിം പ്രാതിനിധ്യവും പരിഹരിക്കപ്പെടും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുലയായി മാറുന്നത് അത് തന്നെയാണ്. അത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറായാൽ തീർച്ചയായും വേണുഗോപാൽ തന്നെയാവും. വിജയം ഉറപ്പാണ് എന്നാണ് വിലയിരുത്തൽ. ആലപ്പുഴയിലെ മുൻ MP ആണ്. മാത്രമല്ല വേണുഗോപാൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ആലപ്പുഴയിൽ ജയിക്കാൻ കഴിയും. ഇങ്ങനെ കണ്ണൂരിൽ VP അബ്ദുൾ റഷീദ് മുസ്ലിം സ്ഥാനാർത്ഥിയായി വന്നാൽ സ്വാഭാവികമായും പിന്നെ തർക്കമൊന്നുമില്ല. ഇനി വേണുഗോപാൽ മത്സരിക്കുന്നില്ലെങ്കിൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ കൂടുതൽ സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിലാണ്. വേണുഗോപാൽ മത്സരിക്കുന്നില്ല, കണ്ണൂരിൽ അബ്ദുൾ റഷീദ് ആണ് മുസ്ലിം സ്ഥാനാർത്ഥി ആണെങ്കിൽ തീർച്ചയായും അവിടെ സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിലാണ്. വാസ്തവത്തിൽ അവിടെ മത്സരിക്കേണ്ടത് M ലിജു ആണ്. M ലിജുവിനെ പോലെ ജനകീയനായ സത്യസന്ധനായ പൊതുപ്രവർത്തകർ കുറവാണ്. വാസ്തവത്തിൽ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കണം. അബ്ദുൾ റഷീദ് കണ്ണൂരിൽ മത്സരിക്കുകയും അങ്ങനെ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കുകയും ചെയ്താൽ ആലപ്പുഴയിൽ വേണുഗോപാൽ മത്സരിക്കുന്നില്ലെങ്കിൽ M ലിജു ആയിരിക്കണം. അവിടെ തർക്കം ഉണ്ടാകേണ്ട കാര്യമില്ല.
അത്രയ്ക്കും ജനപ്രിയനായ പ്രഗത്ഭനായ നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല പരിഗണിക്കേണ്ടത്. രാഹുൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെറുപ്പക്കാരനാണ്. അവിടെ പരിഗണിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല, എം ലിജുവിനെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ് പരിഗണിക്കേണ്ടത്. അവിടെ നിൽക്കട്ടെ, അവർ പരിഗണിക്കുമെന്ന്. രണ്ടാമത്തെ കാര്യം, ലിജു എപ്പോഴും തടയപ്പെടുന്ന ആളാണ്, തോൽക്കുന്ന സീറ്റിലേക്ക് തള്ളിവിടുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിധിയാണ്, പോട്ടെ. പക്ഷേ 2 സീറ്റുകൾ കുഴപ്പത്തിലാണ് എന്ന് നമ്മുടെ കനകലുവിൻ്റെ റിപ്പോർട്ടുണ്ട്. പത്തനംതിട്ടയും മാവേലിക്കരയും. പത്തനംതിട്ട ആൻ്റണി പ്രഗത്ഭനാണ്, മിടുക്കനാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്, എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള ആളാണ്. പക്ഷേ കഴിഞ്ഞ 3 തവണ അവിടെ MP ആയിരുന്നത് കൊണ്ട് തന്നെ അവിടെ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അവിടെ PC ജോർജ് സ്ഥാനാർത്ഥിയാവാനുള്ള വലിയ സാധ്യതയുണ്ട്. PC ജോർജ് സ്ഥാനാർത്ഥി ആയാൽ ആൻ്റണിയുടെ അവസ്ഥ ദയനീയമാണ്. തോമസ് ഐസക് വലിയ സൂത്രശാലിയായ തോമസ് ഐസക്കിനെ 3 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾക്ക് പിടിച്ചെടുക്കാൻ അറിയാം. പ്രത്യേകിച്ച് മാർത്തോമാ സഭയ്ക്ക് ഇടതുപക്ഷത്തോട് വലിയ താല്പര്യമുണ്ട്. ഓർത്തഡോക്സ് സഭ ആർക്ക് വോട്ട് ചെയ്യും? ആൻ്റണിക്ക് വോട്ട് ചെയ്യുന്ന ഉറപ്പൊന്നുമില്ല. അങ്ങനെ ആശയക്കുഴപ്പമുണ്ട്. 3 വർഷം തുടർച്ചയായി MP ആയതുകൊണ്ട് തന്നെ ആൻ്റണിയോട് എതിരുള്ള ഒരു വികാരമുണ്ട്. ഇത് കനകലുവിൻ്റെ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ വന്നാൽ അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വരും. യഥാർത്ഥത്തിൽ അവിടെ നിർത്തേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. പത്തനംതിട്ടയ്ക്ക് പറ്റിയ സ്ഥാനാർത്ഥിയാണ്, കണ്ണുമടച്ച് ജയിക്കും. പക്ഷേ ഒരു പ്രശ്നം ബാക്കിയാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റിൽ നിന്നും ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി മാറിപ്പോയാൽ ക്രൈസ്തവ വികാരം ശക്തമാവും. ഒരു വശത്ത് തോമസ് ഐസക്ക്, മറുവശത്ത് PC ജോർജ് മത്സരിക്കുമ്പോൾ ക്രൈസ്തവ വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകുമെന്ന പ്രശ്നമുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ പരിഗണിക്കുക അബിൻ വർക്കിയാണ്. അബിൻ വർക്കി മൂവാറ്റുപുഴക്കാരനാണ്, ഓർത്തഡോക്സുകാരനാണ്. അബിൻ വർക്കിക്ക് ആ മൂവാറ്റുപുഴ ഭാഗത്ത്, കോലഞ്ചേരി ഭാഗത്ത് വലിയ സാധ്യതയില്ല. കാരണം അവിടെ മുഴുവൻ യാക്കോബക്കാരുടെ കേന്ദ്രമാണ്. കാരണം യാക്കോബക്കാർക്ക് മാത്രമേ അവിടെ സാധ്യതയുള്ളൂ. അതേസമയം ഓർത്തഡോക്സുകാർക്ക് വലിയ പ്രാധാന്യമുള്ള, വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ അബിൻ വർക്കിയെ പത്തനംതിട്ടയിലേക്ക് പരിഗണിച്ചെന്ന് വരാം. ആൻ്റണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. ആൻ്റണിയേക്കാൾ ഒരുപക്ഷെ വിജയ സാധ്യത അബിൻ വർക്കിക്കാവും. അബിൻ വർക്കി പ്രഗത്ഭനാണ്, മിടുക്കനാണ്, ചെറുപ്പക്കാരെ പരിഗണിച്ചു എന്നൊരു ആവേശം കൂടി ഉണ്ടാവും. വാസ്തവത്തിൽ അബിൻ വർക്കിയുടെ പേര് പരിഗണിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു ആശയക്കുഴപ്പമുള്ള സീറ്റ് എന്ന് പറയുന്നത് മാവേലിക്കരയാണ്. മാവേലിക്കരയിൽ വർഷങ്ങളായി MP കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷ് 9 തവണയാണ് മത്സരിച്ചത്. ആലോചിച്ച് നോക്കുക. ആ മാവേലിക്കരയിൽ ഒരു കൊടിക്കുന്നിൽ സുരേഷ് വിരുദ്ധ വികാരം ശക്തമാണ്. സുരേഷിന് മത്സരിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. സുരേഷ് ആഗ്രഹിക്കുന്ന KPCC പ്രസിഡന്റ് പദവിയോ മുഖ്യമന്ത്രി പദവിയോ അല്ലെങ്കിൽ AICC പ്രസിഡന്റ് പദവിക്കാണ് സുരേഷ് ആഗ്രഹിക്കുന്നത്. താൻ ഒരുപാട് വളർന്നുപോയി, തനിക്ക് വെറും ഒരു MP ആയി കഴിയേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാട് സുരേഷിനുമുണ്ട്. പക്ഷേ ജനവിരുദ്ധ വികാരം അവിടെയുണ്ട്. എതിർ സ്ഥാനാർത്ഥി ജനപ്രിയനല്ല എന്നത് മാത്രമാണ് ഇപ്പോൾ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായ സാഹചര്യം. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് VP സജീന്ദ്രനെ അങ്ങോട്ട് മത്സരിപ്പിക്കാനുള്ള ആലോചനയും ശക്തമാണ്. സജീന്ദ്രൻ സൗമ്യനാണ്, ശാന്തശീലനാണ്, നല്ലവനാണ്, ജനപ്രിയനാണ്. പക്ഷേ കുന്നത്തുനാട് 2020 ശക്തി പ്രാപിച്ചതോടെ സജീന്ദ്രൻ അവിടെ ജയിക്കാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു. VP സജീന്ദ്രനെ മാവേലിക്കരയിലേക്ക് മാറ്റിയാൽ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. അത്തരമൊരു ചർച്ചയും നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇതൊക്കെ നല്ലതാണ്. മാവേലിക്കരയിൽ സജീന്ദ്രനും പത്തനംതിട്ടയിൽ അബിൻ വർക്കിയും ആലപ്പുഴയിൽ ലിജുവും മത്സരിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. 3 ചെറുപ്പക്കാർ വരും. അബ്ദുൾ റഷീദ് കണ്ണൂരിൽ വന്നാൽ വലിയ തോതിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഇടുക്കിയിലെ ചെറുപ്പക്കാരനാണ്, എറണാകുളത്തെ ചെറുപ്പക്കാരനാണ്. അങ്ങനെ ധാരാളം ചെറുപ്പക്കാരെ കളത്തിലിറങ്ങിയാൽ യുവാക്കളുടെ പിന്തുണയും കിട്ടും. മതപ്രാതിനിധ്യ പ്രശ്നവും പരിഹരിക്കപ്പെടും. പുതുമുഖങ്ങൾ പരീക്ഷിച്ച ഗുണമുണ്ട്. ഇത്തരത്തിലുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. കോൺഗ്രസ് പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട വെല്ലുവിളി ആൻ്റണിയെയും കൊടിക്കുന്നിൽ സുരേഷിനെ എങ്ങനെ അക്കമഡേറ്റ് ചെയ്യുമെന്നതാണ്. ആൻ്റണിക്ക് അടുത്ത തവണ നിയമസഭയിൽ മത്സരിക്കാം, മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്, കാരണം സീനിയർ നേതാവാണ്. പക്ഷേ കൊടിക്കുന്നിൽ അങ്ങനെയല്ല, KPCC പ്രസിഡന്റ് തന്നെ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഉയർന്ന സ്വപ്നങ്ങളുള്ള ആളാണ്. എന്തായാലും കോൺഗ്രസിൽ ഇത്തരം ആലോചനകൾ സജീവമാണ്. ഇത്തരം മാറ്റങ്ങൾ കൂടി വരുത്തിയാൽ മാത്രമേ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയൂ. കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് ഒരു 6-7 സീറ്റുകളിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസ് പിന്നോക്കമായിരിക്കുന്നു. അതായത് LDFന് വിജയസാധ്യതയുണ്ട് എന്നതാണ്. ഈ വിജയസാധ്യത എന്ന് പറയുന്ന ഭീഷണി മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ വലിയ കുഴപ്പത്തിലേക്ക് ചാടിയെന്ന് വരാം.